ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഇടിയപ്പമാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടമാകും. അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂ പോലുള്ള ഇടിയപ്പം നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഗോതമ്പ് ഇടിയപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അത് നമ്മുടെ ഗോതമ്പ് ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു 1.5 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് ആവശ്യം വരത്തില്ല, എന്നാലും ഒരു 1.5 കപ്പ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ട് വേണം നമുക്ക് ഗോതമ്പ് പൊടിയിലേക്ക് വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ച് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഗോതമ്പ് പൊടി ഒന്ന് ചൂടാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വയ്ക്കുക. ആ പാത്രം ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. പാത്രം ഒരുപാട് അങ്ങ് ചൂടാക്കരുത്, ഒരു മീഡിയം ചൂടാകുമ്പോൾ നമുക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കണം. എന്നിട്ടൊരു 2-3 മിനിറ്റ് നമുക്ക് ചെറിയ തീയിൽ വെച്ച് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ഗോതമ്പ് പൊടിയുടെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ചൂടാക്കി എടുക്കുന്നത്. ചെറിയ തീയിൽ വെച്ച് വേണം ചൂടാക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ നമ്മുടെ പൊടി കരിഞ്ഞു പോകും. അത് കാരണം ചെറിയ തീയിൽ വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതാ ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഗോതമ്പ് പൊടിയൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടിക്ക് പെട്ടെന്ന് ഉപ്പ് പിടിക്കും, അത് കാരണം കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പം നമ്മൾ വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് തന്നെ നമുക്ക് അടുപ്പത്ത് നിന്ന് ഡയറക്റ്റ് ആയിട്ട് വെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് എടുത്തിട്ട് കുറേശ്ശായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തിളച്ച വെള്ളം തന്നെ ഉപയോഗിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ല ചൂടുവെള്ളമായ കാരണം നമുക്ക് കൈ വെച്ച് കുഴയ്ക്കാൻ പറ്റത്തില്ല. അത് കാരണം ഞാനൊരു തവിയുടെ ഹാൻഡിൽ വെച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം. ഹാർഡായിട്ടിരുന്നാലേ ഇടിയപ്പം ഹാർഡായി പോകും. അത് കാരണം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഒത്തിരി വെള്ളം കൂടാതെ ശ്രദ്ധിക്കണം. ഇപ്പൊ ദാ ഈ ഒരു പരുവായിട്ടുണ്ട്. മാവൊക്കെ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പിടിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടോന്ന്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതായാലും മതി. ഇപ്പോഴും നമ്മുടെ മാവിന് ചെറുതായിട്ടൊരു ചൂടുണ്ട്. ഈ ചൂടോടുകൂടി തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇങ്ങനെ ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. മാവ് ഇതേപോലെ സോഫ്റ്റ് ആയിട്ട് വന്നാൽ മാത്രമാണ് നമ്മുടെ ഇടിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത്. ഒരു 2-3 മിനിറ്റ് ഒന്ന് കുഴച്ചെടുക്കുക. ഒത്തിരി ബലമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഇതാ നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. മാവ് ഇങ്ങനെ തുറന്നു വെച്ചിരിക്കില്ലേ, എപ്പോഴും അടച്ച് തന്നെ വെച്ചിരിക്കുക. തുറന്നു വെച്ചാൽ നമ്മുടെ മാവ് പെട്ടെന്ന് ഡ്രൈ ആയിട്ട് പോകും. ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ആദ്യം നമുക്ക് ഇടിയപ്പത്തിന്റെ ചില്ലിലൊക്കെ കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ അച്ചിൻ്റെ അകത്തും കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഗോതമ്പ് പൊടി ഒട്ടിപ്പിടിക്കാതിരിക്കും. നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ച റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മാവ് ചേർത്ത് കൊടുക്കാം. ഒത്തിരി അങ്ങ് കുത്തി നിറയ്ക്കണ്ട. ഇനി നമുക്ക് ഇടിയപ്പം പിഴിഞ്ഞെടുക്കാം. ഇതേപോലെ ഒരു ഇലയിലോ ഡയറക്റ്റ് ആയിട്ട് ഇഡ്ഡലി തട്ടിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പം ഇതേപോലത്തെ വാഴയിലയിലാണ് ഉണ്ടാക്കുന്നത്. വാഴയിലയിൽ കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് തേങ്ങ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പം ചുറ്റിച്ചെടുക്കാം.
നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഒട്ടും ബലം പ്രയോഗിക്കണ്ട. കണ്ടോ? ഇതേപോലെ ബാക്കിയുള്ള ഇടിയപ്പം നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇനി നമുക്ക് പിഴിഞ്ഞെടുത്ത ഇടിയപ്പങ്ങൾ വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇഡ്ഡലി തട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ താഴത്തെ തട്ട് എടുക്കണില്ല. താഴത്തെ തട്ടിൽ വെച്ചാൽ ആവി വെള്ളം നമ്മുടെ ഇടിയപ്പത്തിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അത് കാരണം എപ്പോഴും നല്ലത് മുകളിലത്തെ തട്ടിൽ മാത്രം വെക്കണതാണ്. ഇനി നമുക്ക് ഓരോരോ ഇടിയപ്പങ്ങൾ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അറ്റ് എ ടൈമിൽ ഒരു 4 അല്ലെങ്കിൽ 5 എണ്ണം വെച്ചാൽ മതി. നമുക്ക് നമ്മുടെ പാത്രം അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 4 അല്ലെങ്കിൽ 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഞാൻ ഇതേപോലെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മുടെ ഇഡ്ഡലി പാത്രം അടച്ച് വെച്ചേക്കുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ആവി വെള്ളം ഇടിയപ്പത്തിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു 3-4 മിനിറ്റ് നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മുടെ ഇടിയപ്പം വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇരുന്ന് വേവട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഫസ്റ്റ് ബാച്ച് വേവണ സമയം കൊണ്ട് നമുക്ക് അടുത്ത ബാച്ചും പിഴിഞ്ഞെടുക്കാം. അപ്പോൾ അതാ ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. അതാ നമ്മുടെ ഇലയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇടിയപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്ത ബാച്ച് നമുക്ക് ഇതേപോലെ തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ അടുത്ത ബാച്ച് നന്നായിട്ട് വെന്ത് വരട്ടെ. എന്താ നമ്മുടെ ഇടിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കാണുമ്പോൾ തന്നെ അറിയാലോ. അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഗോതമ്പ് ഇടിയപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാകും. ഏത് കറിയുടെ കൂടെയും നമുക്ക് ഈ ഇടിയപ്പം സെർവ് ചെയ്യാം. കറിയൊന്നും ഇല്ലെങ്കിലും വെറുതെ പഞ്ചസാര കൂട്ടിയാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.